ഈ പ്ലേയേഴ്സിനെല്ലാം 2026 വേൾഡ് കപ്പ് മിസ്സാവും. തന്റെ കൺട്രി വേൾഡ് കപ്പ് യോഗ്യത നേടിയിട്ട്. ആദ്യത്തെ പ്ലെയർ റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ സ്റ്റാറും ബ്രസീലിന്റെ നമ്പർ 10 പ്ലെയറുമായ റോഡ്രിഗോ ആണ്. റോഡ്രിഗോ ജസ്റ്റ് സഫേർഡ് ആൻ ACL ആൻഡ് മെനിസ്കസ് ടിയർ. റിയൽ മാഡ്രിഡിന് വേണ്ടി ഗെറ്റാഫിക്കെതിരായി കളിക്കുമ്പോഴാണ് ഈ ഇഞ്ചുറി പറ്റിയത്. ഓൾറെഡി ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്തതിനു ശേഷമാണ് ഈ കളി കളിച്ചത്. ആ കളി റിയൽ മാഡ്രിഡ് 1-0 ഗെറ്റാഫയോട് തോറ്റു. ഈ ഇഞ്ചുറി കാരണം 2027 ആദ്യ മാസങ്ങളിൽ വരെ റോഡ്രിഗോ ഔട്ടായിരിക്കും. 2026 വേൾഡ് കപ്പ് ഉറപ്പായിട്ടും മിസ്സാവും. റോഡ്രിഗോ ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ആൻസലോട്ടിക്ക് നെയ്മറിനെ വിളിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അടുത്തത് വറ്റാറോ എൻഡോ, ലിവർപൂളിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ജപ്പാൻ നാഷണൽ ടീം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വറ്റാറോ എൻഡോ ജപ്പാന് വേണ്ടി വലിയൊരു റോളാണ് നയിച്ചത്. സണ്ടർലാൻഡിനെതിരായിട്ടുള്ള ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ക്ലിയറൻസിനിടെ തന്റെ ആംഗിൾ പൊട്ടി. ലിവർപൂളിന്റെ മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞത് സർജറി ഉറപ്പായിട്ടും വേണ്ടി വരും. സർജറി വേണ്ട വന്നാൽ ഉറപ്പായിട്ടും വേൾഡ് കപ്പ് മിസ്സാവും. ജപ്പാൻ മാനേജർ മൊറിയാസു പറഞ്ഞത് ലെറ്റ്സ് സീ ഹൗ ദ റീഹാബ് ഗോസ്, എന്നിട്ട് തീരുമാനിക്കാം കളിക്കണോ വേണ്ടിയോ. നമ്മുടെ ഇപ്പോഴത്തെ ഒറ്റ ഫോക്കസ് വക്കാറോ എൻഡോയെ വേൾഡ് കപ്പ് കളിപ്പിക്കുക എന്നതാണ്. അടുത്തത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്, 2018 2022 വേൾഡ് കപ്പിന്റെയും ഫേസ് ഓഫ് വേൾഡ് കപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, കിലിയൻ എംബാപ്പെ. എംബാപ്പയ്ക്ക് നീ ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ട്. മാൻസിറ്റിക്കെതിരായ കളിയിൽ എംബാപ്പെ സ്ക്വാഡിലില്ലായിരുന്നു. ഫുൾ ഫിറ്റ്നസ്സിലെത്താൻ എന്തായാലും സർജറിയുടെ ആവശ്യം ഉണ്ടാവും. സർജറി ചെയ്താൽ വേൾഡ് കപ്പ് മിസ്സാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡിഷന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് വേണമെങ്കിൽ എംബാപ്പയെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ എംബാപ്പെ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ചിന്തിക്കാനേ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും.